ഒരേ അഭിപ്രായമാണ് കാര്യത്തിലുള്ളത്. ഒന്ന്, ജനങ്ങൾ അറിയാതെ, ഗവൺമെന്റ് അറിയാതെ ഏതോ ഒരു തലത്തിൽ രൂപം കൊണ്ട ഒരാസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഷെയർ വിൽപ്പന നടന്നിട്ടുള്ളത്. ഷെയർ വിൽപ്പനയാണ്, അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് അല്ല. 49% ഷെയർ ഒരു വിദേശ കോർപ്പറേറ്റ് കമ്പനിക്ക് കൈമാറിയാൽ സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖവും അനുബന്ധമായിട്ടുള്ള പ്രവൃത്തികളും വിദേശ കോർപ്പറേറ്റ് ശക്തിയുടെ കയ്യിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നില്ല. ഒരു വ്യക്തത ഉണ്ടാക്കണം. അത് ഗവൺമെന്റിന്റെ അറിവുണ്ടായിരുന്നു, UDFന്റെ അറിവുണ്ടായിരുന്നു. ഇല്ല എന്ന് മാത്രമല്ല, സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളത്. അതിൻ്റെ അനുബന്ധമായി നടന്നിട്ടുള്ള പശ്ചാത്തല പ്രവർത്തനങ്ങളെല്ലാം സംശയാസ്പദമാണ്. അതാണ് പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും സൂചിപ്പിച്ചത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. രണ്ടഭിപ്രായം ഇല്ല. അല്ല, പാർട്ടി അതിൻ്റെ അകത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ കുവൈത്ത് കലാ ട്രസ്റ്റ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് സിനിമാ നടൻ ഇന്ദ്രൻസിനെയാണ്. 50,000 രൂപയുടെ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. അവരെ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ് പ്രിയപ്പെട്ട ഇന്ദ്രൻസ്. ഞാനിന്ന് രാവിലെ അദ്ദേഹത്തോട് വിളിച്ച് ഈ അവാർഡിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2019 കേന്ദ്ര ചലച്ചിത്ര പുരസ്കാരം, 2019 ഞാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയത്. ഏറ്റവും നല്ല നടൻ ആദ്യമായിട്ട് അന്നാണ് അദ്ദേഹത്തിന് നൽകിയത്. 2019 ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞങ്ങൾ ഈ SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾക്ക് 7,500 രൂപയുടെ എൻഡോമെന്റും ഷീൽഡും നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 100 കുട്ടികൾക്കാണ് നൽകിയത്. തൃശ്ശൂരിൽ വെച്ചായിരുന്നു പരിപാടി.